ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ലൈഫ് ബൈ ശ്രീലക്ഷ്മി. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എൻ്റെ കർക്കിടകത്തിനെ കുറിച്ച് കുറച്ച് എക്സ്പീരിയൻസസ്, എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന കുറേ എക്സ്പീരിയൻസസ്, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ അവർ ലൈഫ് ബൈ ശ്രീലക്ഷ്മി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ പോയി കാണുക, സപ്പോർട്ട് തരിക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കർക്കിടകം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ കർക്കിടകം അല്ല, പലരും നമ്മൾ കർക്കിടകം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പല കലണ്ടറിലൊക്കെ കർക്കിടകം എന്നാണ് നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷെ കർക്കിടകം അല്ല, ശരിക്കും കർക്കടകം എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഒരുപാട് പേര് അതിന് ഒതുക്കി കർക്കിടകം എന്നൊക്കെ ആക്കുന്നുണ്ടെങ്കിലും കർക്കിടകം എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. കർക്കിടകത്തിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ജൂലൈ തൊട്ട് എല്ലാവർക്കും അറിയാം പോലെ തന്നെ ഓഗസ്റ്റ് വരെയുള്ള നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ദിവസങ്ങളാണ് കർക്കിടകം. മലയാള മാസത്തിലെ 12ാമത്തെ മാസം കൂടിയാണ് കർക്കിടകം. പഞ്ഞമാസം എന്നും ഈ പറഞ്ഞ പോലെ പഴയ ആൾക്കാരൊക്കെ പറയുക കർക്കിടകം പഞ്ഞമാസം എന്നാണ്. കാരണം പണ്ടുള്ളവരൊക്കെ കൃഷി ചെയ്തിട്ടും ഒക്കെയാണല്ലോ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇത് ഹാർവെസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ കനത്ത മഴ വന്നാൽ ഫുൾ നാശനഷ്ടങ്ങളാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പണ്ട് കാലത്തുള്ളവർക്കൊന്നും കൃഷി ചെയ്യാൻ പറ്റാതെ ഒരു പഞ്ഞമാസമായിട്ട്, അതായത് കേരളത്തിലൊക്കെ ഒരുപാട് കനത്ത മഴ പെയ്യുന്ന സമയമാണ് ഈ കർക്കിടകം. അപ്പോൾ എല്ലാവരും പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മുടെ പറമ്പിലും വേലിയിലൊക്കെയുള്ള പച്ചിലകളും ഇലച്ചെടികളും പൂക്കളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണമാക്കിയിട്ട് കഴിച്ചിരുന്നത്. അതായത് പിന്നെ പല ഔഷധ സസ്യങ്ങളും ഈ സമയത്ത് നല്ലോണം കഴിച്ചിരുന്നു എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് കർക്കിടക മാസത്തിന് ശരിക്കും ഒരു പഞ്ഞമാസം എന്നാണ് പറയുന്നത് എല്ലാവരും. ഇപ്പോൾ ഒക്കെ രോഗങ്ങൾ നിറഞ്ഞ മാസം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പണ്ടുള്ളവരും പറഞ്ഞിരുന്നത്, ഇപ്പോഴും പറയുന്നത് ആൾക്കാർ സെൻസിറ്റീവ് ആയിട്ടായിരിക്കും ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ശരീരം ഉണ്ടാവാന്നാണ്. അപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആയുർവേദ മെഡിസിനുകൾ ഒക്കെ ഇൻടേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് ശരീരപുഷ്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ പിടിക്കും എന്നും കൂടെ ഈ ഒരു കർക്കിടക മാസത്തിൽ ഒരു ഗുണമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കർക്കിടക മാസം എന്ന് പറയുന്നത് ഹിന്ദുക്കളിൽ പലരും രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നതാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ മനുഷ്യാവതാരമായിട്ടുള്ള ശ്രീരാമസ്വാമി, അദ്ദേഹത്തിന് ലൈഫിലും ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അദ്ദേഹം അനുഭവിച്ചിരുന്നത് ഈ കർക്കിടക മാസത്തിലായിരുന്നു. വനവാസം ചെയ്തിരുന്നത് ഈ കർക്കിടക മാസത്തിലായിരുന്നു എന്നതും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ രാമായണം ഒക്കെ വീട്ടിൽ ചൊല്ലുന്നത്. രാമായണം ഒക്കെ എന്താ പറയുക, ഈ മാസം കഴിയുന്നവരെ നമ്മൾ രാമായണം ഒക്കെ വീട്ടിൽ വായിക്കും. മുത്തശ്ശിമാർ, അമ്മമ്മമാർ, അച്ഛമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ വായിക്കുന്നതും കാണാം. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസ് ആണ് എനിക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ. അപ്പോൾ ഞാനത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കുറച്ചൊന്ന് ഷെയർ ചെയ്ത് തരാം. ഞാൻ ചിലപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും എക്സാമിൻ്റെയോ അല്ലെങ്കിൽ ഹോംവർക്കിൻ്റെയോ ഡിക്റ്റേഷൻ്റെയോ അല്ലെങ്കിൽ വീട്ടിൽ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തോ എന്തെങ്കിലും ആവട്ടെ വഴക്കിട്ട് എന്തെങ്കിലും ഒരു ടെൻഷനിലായിരിക്കും ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങുന്നത്. പക്ഷെ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ടെൻഷനൊക്കെ മാറി എന്നെ റിഫ്രഷ് ചെയ്യുന്ന ഒന്നുണ്ട്. അതാണ് എൻ്റെ വീട്ടിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. അതായത് എൻ്റെ അച്ഛമ്മ രാവിലെ തന്നെ വെളുപ്പിന് എഴുന്നേറ്റ് പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി സഹസ്രനാമം ചൊല്ലി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന സമയത്ത് കാണുന്നത്. ഉറക്കം കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഹാളിലായിട്ടാണ് ഒരു ചെറിയൊരു സമയമുറി സെറ്റപ്പ്. അപ്പോൾ അവിടെ അച്ഛമ്മ വിളക്ക് വെക്കുന്നതും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ആ ചന്ദനത്തിരിൻ്റെ സ്മെല്ല്, പിന്നെ ആ ഒരു വിളക്ക്, പിന്നെ ഭഗവാന്റെ അടുത്ത് ആ വിളക്ക് തെളിഞ്ഞ് കാണുമ്പോൾ തന്നെ രാവിലെ തന്നെയുള്ള ആ ഒരു പോസിറ്റിവിറ്റി. പിന്നെ അച്ഛമ്മ അത്യാവശ്യം തിരക്കേടില്ലാതെ പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്, ഭക്തിഗാനങ്ങളൊക്കെ നന്നായി പാടും. അപ്പോൾ അച്ഛമ്മ നല്ല രസത്തിൽ സഹസ്രനാമായാലും എന്തായാലും ചൊല്ലുന്നുണ്ടാവും. അപ്പോൾ അത് കേൾക്കാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു അടിപൊളി ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എഴുന്നേൽക്കുക രാവിലെ തന്നെ. അപ്പോൾ ഈ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മൈൻഡ് ഫുൾ റിഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഹാളിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് അടുക്കളയിലേക്ക് വരുമ്പോൾ അമ്മ രാവിലെ തന്നെ കുളിച്ച് ഭക്ഷണമൊക്കെ വെക്കുന്നതാണ് കാണുക. അപ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ രാമായണ മാസമാണെങ്കിൽ അച്ഛമ്മ രാമായണം വായിക്കും, നന്നായിട്ട് രാമായണം വായിക്കും. ചിലരൊക്കെ നമുക്ക് രാമായണത്തിൻ്റെ ഗ്രന്ഥം അറിയാമോ, നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കട്ടിയിലുള്ള ഗ്രന്ഥം അത് മൊത്തം വായിച്ച് തീർക്കണം എന്നാണ് ശരിക്കും കർക്കിടക മാസത്തിൽ പറയുക. ഒരുപാട് പേരത് വായിച്ച് തീർക്കുന്നവരുണ്ട്. എൻ്റെ അച്ഛമ്മ 1, 2, 3 പ്രാവശ്യമൊക്കെ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനം തോന്നി. വായിച്ച് തുടങ്ങുന്നത് വേറൊരു ദിവസമായിരിക്കും, അതുപോലെ അമ്പലത്തിൽ വേറൊരു ദിവസമായിരിക്കും. അപ്പോൾ രണ്ടും ഒരുമിച്ചല്ല അച്ഛമ്മ വായിക്കുക. വീട്ടിൽ ഇത് ഇങ്ങനെ വായിച്ച് എവിടെ തന്നെ അവിടെ ഒരു മാർക്ക് ചെയ്ത് വെക്കും. അമ്പലത്തിൽ വായിക്കുന്നതും വേറെയാണ്. അപ്പോൾ 2, 3 പ്രാവശ്യമൊക്കെ അച്ഛമ്മ ഒരു മാസം, അതായത് ഈ ഒരു മാസത്തിൽ രാമായണം വായിച്ച് തീർക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനം തോന്നാറുണ്ട് അച്ഛമ്മയുടെ അടുത്ത്. പിന്നെ ഞാൻ നിവേദിത വിജ്ഞാനിക്കുന്ന മറ്റൊരു സ്കൂളിലാണ് 5ാം ക്ലാസ് വരെ പഠിച്ചത്.
6ാം ക്ലാസ് അല്ല 5ാം ക്ലാസ് വരെ പഠിച്ചത് അവിടെയാണ്, LKG മുതൽ. അപ്പോൾ അവിടെ ഈ രാമായണ മാസത്തിൽ രാമായണമൊക്കെ വായിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് വായിക്കാൻ പറയും. അപ്പോൾ എൻ്റെ അച്ഛമ്മയൊക്കെ പോയിട്ട് രാമായണം വായിക്കുന്നതൊക്കെ എനിക്ക് ഈ ഒരു കർക്കിടക മാസത്തിലുള്ള ഒരു മെമ്മറിയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഓർമ്മകളാണ് ഇതൊക്കെ. ഒരു സന്തോഷം തരുന്ന ഓർമ്മകളാണ് ഇതൊക്കെ. ഇനി ഒരിക്കലും എനിക്ക് തിരിച്ച് കിട്ടാത്ത വളരെ സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് മെമ്മറീസാണ് ഇതൊക്കെ. അപ്പോൾ എനിക്കിതൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ പറഞ്ഞ പോലെ ഞാൻ തൃശ്ശൂരാണ്, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ, പിന്നെ ഞാൻ കേട്ടേക്കുന്ന മലപ്പുറം, കോട്ടയം, പിന്നെ ഇവിടെ പാലക്കാട്, ഇത്തരം സ്ഥലങ്ങളിലാണ് കർക്കിടക മാസത്തിന് ഇച്ചിരി കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവിൽ. പിന്നെ നാലമ്പലം ദർശനമൊക്കെ നടത്തുന്നത് ഈ മാസത്തിലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ വീട്ടിലൊക്കെ സംക്രാന്തി എന്ന് പറയും, അതായത് ഈ കർക്കിടകത്തിൻ്റെ തലേന്ന്, കർക്കിടകം മാസം ആരംഭിക്കുന്ന രാമായണ മാസം ആരംഭിക്കുന്ന ദിവസത്തിന്റെ തലേന്നാണ് ഈ സംക്രാന്തി. ഞങ്ങളുടെ അവിടെയൊക്കെ സംക്രാന്തി എന്നാണ് പറയുക, ശരിക്കും സംക്രാന്തി ആണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്, പക്ഷെ ഞങ്ങളുടെ അവിടെയൊക്കെ സംക്രാന്തി എന്നാണ് പറയുക. ഈ സംക്രാന്തി നോൺ വെജ് ഉണ്ടാക്കുന്ന ഒരു പതിവ് പല വീട്ടിലുണ്ട്. അതായത് ചിലവർ കർക്കിടക മാസം ഫുള്ളായിട്ട് തന്നെ വെജ് മാത്രം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്, നോൺ വെജ് ഒന്നും കഴിക്കില്ല. കൂടുതൽ ഇലക്കറികളൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുന്നത്. പിന്നെ കുറേ ആയുർവേദ മെഡിസിനുകളൊക്കെ ചിലർ എടുക്കുന്നവരുണ്ടാവും, അപ്പോൾ നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണോ തലേന്ന് നോൺ വെജ് ആക്കി കഴിക്കുന്നത് എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് അതൊന്നും എനിക്ക് ഇതുവരെ അറിയില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ പോർക്ക് റോസ്റ്റ് ആക്കി, പോർക്ക് വരട്ടിയൊക്കെ വെച്ചിട്ടാണ് സംക്രാന്തി ഞങ്ങൾ ആഘോഷിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ ഉള്ള സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു പോർക്ക് വാങ്ങിച്ച് വരട്ടി. സംക്രാന്തി ഒരു നല്ല ഒരു അടിപൊളി സംക്രാന്തി തന്നെയായിരുന്നു എനിക്ക്. പിന്നെ അന്നത്തെ ദിവസം ഫുൾ ക്ലീനിങ് ആയിരിക്കും. അതായത് അത് ഞങ്ങളല്ല ചെയ്തിരുന്നത്, അമ്മയും അച്ഛമ്മയൊക്കെയാണ് ചെയ്തിരുന്നത്. അതായത് വീട്ടിലെ മുക്കും മൂലയും എടുത്തിട്ട് ഫുള്ളായി ക്ലീൻ ചെയ്ത് മൊത്തം വൃത്തിയാക്കിയിട്ട് വീട്ടിനുള്ളിൽ അത് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഭഗവതി, അതായത് വീട്ടിലുള്ള ആ ഒരു മൂശാട്ടായിട്ടുള്ള ആ ഒരു ചേട്ടാ ഭഗവതിയെ കളഞ്ഞിട്ട് മഹാലക്ഷ്മി ദേവീനെ നമ്മൾ വീട്ടിൽ കുടിയിരുത്തുന്ന ആ ഒരു ദിവസം കൂടി ആയിട്ട് ഈ സംക്രാന്തിനെ പറയുന്നുണ്ട്, സംക്രാന്തിനെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീട് മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വിളക്ക് വയ്ക്കും. അങ്ങനെ പിന്നെ ദേവി പൂജയൊക്കെ നടത്തുന്നത് ഈ ഒരു മാസത്തിലാണ്, കർക്കിടക മാസത്തിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി. കർക്കിടകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ ഒരു മെമ്മറീസ്. പിന്നെ എനിക്കും ഈ ഒരു കൾച്ചർ ഇപ്പം ഞാനൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ എൻ്റെ ഫാമിലിയിലും ഈ ഒരു ഇത് കൊണ്ടുവരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചന്ദനത്തിരിയുടെ സ്മെല്ലും പ്രാർത്ഥിക്കുന്ന നാമം ചൊല്ലുന്ന അച്ഛമ്മയുടെ ശബ്ദവും അങ്ങനെയൊക്കെയാണ്. ആ ഒരു പോസിറ്റിവിറ്റിയിലാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് തന്നെ, ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫീല് എൻ്റെ മക്കൾക്കും കിട്ടണം, അവരും അങ്ങനത്തെ ഒരു നല്ലൊരു പോസിറ്റിവിറ്റിയിൽ വളരണം എന്നാണ് എൻ്റെ ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒക്കെ മക്കൾ കുഞ്ഞായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളും എനിക്ക് പറ്റാറില്ല, പക്ഷേ ഇനി തൊട്ട് എനിക്കതൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ സംക്രാന്തി ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് കർക്കിടകം തുടങ്ങിയ ദിവസം വിളക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും ഈ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ള ദിവസം പഴയ ആ ഒരു ട്രഡീഷനെ കീപ്പ് ചെയ്ത് പോകുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉള്ള ആളാണ് ഞാൻ. അതുപോലെ തന്നെ മക്കൾക്കും അത് പകർന്നു കൊടുക്കണം. അവരും വലുതാകുമ്പോൾ അവരും അവരുടെ ജനറേഷനും, അതായത് അവർക്ക് അടുത്തുണ്ടാവുന്ന ജനറേഷനും അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അല്ലേ? കാരണം നമ്മുടെ ട്രഡീഷൻ ഒന്നും ഒരിക്കലും നശിച്ചു പോകരുത്. ഒരു ചിട്ടയും ഒരു ആചാരങ്ങളും ഒന്നും ഇല്ലാത്ത ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സീറോ ലൈഫാണ്. അതിനകത്ത് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൈഫിനകത്ത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എൻ്റെ കുട്ടിക്കാലത്തൊന്നും എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛമ്മയും അമ്മയൊക്കെ ഇത് ആചരിച്ചുകൊണ്ട് പോരുന്ന സമയത്ത് എനിക്കിതിൻ്റെ പ്രാധാന്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് മാറിയപ്പോൾ നമുക്ക് അതൊന്നും കിട്ടുന്നില്ലല്ലോ. ആ ഒരു ലൈഫിന് തികച്ചും വേറെ ഒരു ഇതാണ് ഞങ്ങൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും അത് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഞങ്ങളുടെ ലൈഫിൽ വീണ്ടും വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത്തരം ദിവസങ്ങളും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. നമ്മുടെ അച്ഛമ്മയും അമ്മയൊക്കെ കൂടെ നിന്നിട്ട് നമ്മൾ ഒന്നും അറിയാണ്ട് കുട്ടികൾ ഓരോന്ന് കാണുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലല്ല. നമ്മളിപ്പോൾ മാറി, നമ്മളിപ്പോൾ ഒരു അമ്മയായി, നമ്മളിപ്പോൾ ഒരു ഫാമിലി എന്താ പറയുക ടേക്ക് കെയർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എനിക്കും ഇതുപോലെ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോരണം എന്നാണ് എൻ്റെയും ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം. അപ്പോൾ അതൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെയും കർക്കിടക വിശേഷങ്ങൾ എൻ്റെ അടുത്ത് പറയും കേട്ടോ. കർക്കിടകം എന്ന് പറഞ്ഞാൽ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ കർക്കിടക കഞ്ഞി, പിന്നെന്താ കർക്കിടകത്തിൽ മരുന്നുണ്ട അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ. എൻ്റെ ചെറുപ്പത്തിലൊന്നും മരുന്നുണ്ട എന്ന് പറഞ്ഞ സാധനം അമ്മയും അച്ഛമ്മയും കഴിക്കുമ്പോൾ എനിക്കിതെന്താ കഴിക്കാൻ പാടാത്ത എന്ന് ഞാനിങ്ങനെ ചോദിക്കും. പറയും അമ്മ പറയും കുട്ടികളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചിട്ട് പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ടെൻഷനായിരിക്കും, അയ്യോ കുട്ടികളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയണ്ടായിരുന്നത് എന്താണോ, എനിക്ക് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ പേടിയായിരുന്നു.
പക്ഷേ എന്താ പറയുക, ആ ഒരു കർക്കിടക കഞ്ഞി, അപ്പോൾ കർക്കിടകത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതും കൂടെ പറയണമല്ലോ. കർക്കിടക കഞ്ഞി ഇപ്പോൾ കിറ്റ് ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്, എല്ലാവരുടെയും അതിൻ്റെ നല്ല സെയിൽ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കർക്കിടകത്തിലാണ് എല്ലാവരും ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു സമയം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണോ എല്ലാവരുടെയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എൻ്റെ പോലെ എക്സാക്ട് എൻ്റെ പോലെ ഉള്ളവരും കമൻറ്റ് ചെയ്യൂ. വന്നിട്ട് കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ദശപുഷ്പത്തിൻ്റെ കാര്യം. അതായത് 10 ഹോളി പ്ലാന്റ്സ് ചെടികൾ, അത് വളരെ ഔഷധ ഗുണങ്ങളുള്ള ചെടികളാണ്. നമ്മുടെ ഈ ഔഷധ കിറ്റ് ഉണ്ടല്ലോ കർക്കിടക കഞ്ഞി, അതിനകത്ത് ഇതിൽ ഒരുവിധം പെട്ട ഈ ദശപുഷ്പങ്ങളിൽ ഒരുവിധപ്പെട്ട ചെടികൾ എടുത്തിട്ട് അതിനകത്ത് മരുന്നാക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മുക്കുറ്റി, കറുക, പിന്നെ ഏതാ പൂവാങ്കുറുനില, മുയൽച്ചെവിയൊക്കെ നമ്മൾ ചുമയൊക്കെ വരുമ്പോൾ പിഴിഞ്ഞ് കഴിക്കുന്ന സാധനമാണല്ലോ. പിന്നെ വിഷ്ണുക്രാന്തി, പിന്നെ ഏതാ നിലപ്പന, കയ്യോന്നി, ഞാൻ പറഞ്ഞോന്നറിയില്ല, കറുക പറഞ്ഞോന്നറിയില്ല, മുക്കുറ്റി, അങ്ങനെ 10 ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ 10 പേര്. പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് തുളസി ദശപുഷ്പത്തിൽ പെടുന്നതല്ലേന്ന്. പക്ഷെ ദശപുഷ്പത്തിൽ തുളസി ഇല്ല കേട്ടോ, തുളസി ഇല്ല ദശപുഷ്പത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ സ്ത്രീകൾ പലരും മുടിയിലൊക്കെ ഈ ദശപുഷ്പങ്ങളിലെ പല ചെടികളും ചൂടിക്കൊണ്ടൊക്കെ പോകും. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കർക്കിടക മാസം ആകുമ്പോൾ എല്ലാവരുടെയും നെറ്റിയിൽ പച്ചക്കുറി കാണാം, മുക്കുറ്റി അരച്ച് തൊടുന്നത് കാണാം. അപ്പോൾ അതൊക്കെയാണ് ദശപുഷ്പങ്ങളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എൻ്റെ അച്ഛമ്മയൊക്കെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന സമയത്ത് വിളക്ക് വയ്ക്കുന്ന തളികയിൽ നിറച്ചും ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന, ചിലപ്പോൾ എല്ലാം കിട്ടിയെന്ന് പറ്റില്ല, എന്നാലും കിട്ടുന്ന ദശപുഷ്പങ്ങളൊക്കെ പറിച്ച് വെച്ചിട്ട് വിളക്കിൻ്റെ കൂടെ ഭഗവാനെ സമർപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു കർക്കിടക മാസം ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടും എന്താ പറയുക ഹെൽത്തി ആയിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നല്ല മഴയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇപ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടിരിക്കുന്നവരൊക്കെ വളരെ ജാഗ്രതയോടുകൂടെ സേഫായിട്ടിരിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.